and HF behaves an acid, it donates a proton. അതായത് NH3യും HFും നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ദാ കണ്ടോ HFന്റെ കൂടെ നിൽക്കുന്ന H+നെ ആരെന്ത് ചെയ്യും? HF will remove or liberate. HF എന്ത് ചെയ്യുന്നു? ആ H+നെ അങ്ങ് റിലീസ് ചെയ്യാണ്. അപ്പോൾ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണ് HF. So on the basis of this Bronsted and Lowry concept, HF is a proton donor. So HF is known as an acid. And here NH3 is capable of receiving that proton. NH3 ആ H+നെ റിസീവ് ചെയ്യാൻ റെഡിയാണ്. So NH3 will accept that H+ ions to become and a base. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്, H+നെ അക്സെപ്റ്റ് ചെയ്തു. So NH3 ammonia will behave as a base on the basis of Bronsted and Lowry concept. Okay. And next one എന്ന് പറയുന്നത് കണ്ടോ, Bronsted theory, an acid is a substance that can donate a proton, whereas a base is a substance that can accept a proton. അപ്പോൾ Bronsted and Lowry concept അനുസരിച്ച് ആസിഡ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള, പ്രോട്ടോണിനെ എന്ത് ചെയ്യാൻ നൽകാൻ കഴിവുള്ള ആളിനെ ആസിഡ് എന്നും, വേറാസ് എ ബേസ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളിനെ ബേസ് എന്നും പറയാം എന്നാണ് ആര് പറഞ്ഞത്? Bronsted and Lowry concept. Okay, you may note that in this example there is no role of a solvent. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൽ എന്തിന്റെ ആവശ്യം വരുന്നില്ല, സോൾവെന്റിനെ കുറിച്ച് പറയുന്നതേ ഇല്ല. രണ്ട് സബ്സ്റ്റൻസിനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ആ റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സബ്സ്റ്റൻസിൽ ആർക്കാണോ H+നെ റിലീസ് ചെയ്യാൻ പറ്റുന്നത് അതിനെ നമ്മൾ ആസിഡ് എന്നും, ആരാണോ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ബേസ് എന്നും പറയുന്നു. ഇവിടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്കൊരു സോൾവെന്റിന്റെ ആവശ്യമേ വരുന്നില്ല. Let us consider the reaction of HCl with ammonia in a solvent like water. We can write ionic equation. Okay. ഇനി അമോണിയയെ നമ്മൾ എന്ത് ചെയ്യാണ്? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അതായത് അമോണിയയെ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HCl വാട്ടറുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ H+ എന്തായിട്ട് മാറുന്നു? H3O+ഉം HCl- അതുപോലെ നിൽക്കുന്നു, ആൻഡ് അമോണിയയും ഉണ്ട്. And after that we will get water, NH4+ and Cl-. Okay. The hydronium ions, chloride ions are obtained from the ionization of HCl. ഇവിടെ നോക്കിക്കേ, H+ നമ്മ ഓർത്ത് വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു HCl അയണൈസ് ചെയ്യുമ്പോൾ H+ഉം Cl- ഫോം ചെയ്യും. പക്ഷെ H+ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് വാട്ടറുമായിട്ട് ചേർന്ന് H3O+ ഫോം ചെയ്യും. അപ്പോൾ H+ഉം Cl- എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മൾ H3O+ഉം Cl- എന്നും എഴുതിയിരിക്കുന്നത്. അതായത് അത് രണ്ടും കൂടെ ചേരുമ്പോൾ അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന് സമം. പ്ലസ് NH3 gives H2O+, NH4+, Cl-. The hydronium and chloride ions are obtained from the ionization of HCl. ഈ H3O+ഉം ഈ Cl- വന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഡിസയണൈസേഷൻ നടന്നപ്പോഴാണ്. After cancelling Cl- on both sides, we get the following ionic equation. അവിടെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള രണ്ടും നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ Cl- Cl- ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് NH3+ H3O+ gives H2O+ NH4+ ആണല്ലോ. Here in aqueous solution a proton is transferred from the hydronium ion H3O+ to NH3 molecule. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ H3O+നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് H+ഉം H2ഉമാണ് ആണല്ലോ. അപ്പോ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ H3O+ ഉണ്ടായിരുന്നതിന് പകരം H2O നമ്മുടെ കയ്യിലുള്ളൂ. അതായത് ഇവിടെ ഉണ്ടായിരുന്ന H+നെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തു? NH3ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതായത് ഇവിടെ പ്രോട്ടോൺ ഡോണർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഹൈഡ്രോണിയം അയോൺ ആണ്. ആൻഡ് ഈ NH3 എന്ത് ചെയ്യുന്നു? ആ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ആൻഡ് proton is transferred from the H3O+ ion to the NH3 molecule, giving H2 and NH4+. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
H3O+ നിന്നും H+നെ NH3ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ ദിസ് കേസ് H3O+, അപ്പൊ പറഞ്ഞേ ഇവിടെ ആരാണ് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്തത്? യെസ്, H3O+ ആണ് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്തത് ആണല്ലോ. അപ്പൊ H3O+ ആരായിട്ട് ആക്ട് ചെയ്യുന്നു? ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് അനുസരിച്ച് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത ആള് H3O+ ആണ്. അതുകൊണ്ട് ഹൈഡ്രോണിയം അയോൺ ആണ് ഇവിടത്തെ ആസിഡ്. ആൻഡ് NH3 എന്ത് ചെയ്യുന്നു? ആ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ NH3 എന്ന് പറയുന്നത് ഇവിടത്തെ ബേസുമാണ്. H3 in this case H3O+ act as proton donor or an acid and NH3 as a proton acceptor or a base. Clear ആണല്ലോ? We may visualize water playing the role of mediator in the transfer of proton from hydrochloric acid to ammonia. It should be noted that in the Bronsted-Lowry concept, acid and bases can be either ions or molecular substance. ഇവിടെ ഈ H3O+, അതായത് വാട്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇന്റർമീഡിയേറ്റർ ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വാട്ടർ H+ന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വാട്ടർ എന്ത് ചെയ്യും? H+നെയും കൂടെ ചേർത്ത് പിടിച്ച് H3O+ ആയിട്ട് മാറും. ഇനി അടുത്ത സ്റ്റെപ്പിൽ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയക്ക് എന്ത് ചെയ്യുന്നു? H3O+ എന്ത് ചെയ്യുന്നു? ഒരു H+നെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് NH4+ ആവുന്നു. H3O+ന് പകരം ആരായിട്ട് മാറുന്നു? H2O ആയിട്ട് മാറുന്നു. അതായത് ഈ ലൗറി ബ്രോൺസ്റ്റഡ് അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റ് അനുസരിച്ച് ആസിഡും ബേസും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആസിഡ് ആൻഡ് ബേസസ് ക്യാൻ ബി എയ്തർ അയോൺസ് ആയാലും മതി. ഇവിടെ H+നെ വിട്ടുകൊടുത്തത് H3O+ ആണല്ലോ. അപ്പോൾ അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്കുലാർ സബ്സ്റ്റൻസും ആകാം. ഇൻ എനി ആസിഡ് ബേസ് ഇക്വിലിബ്രിയം ബോത്ത് forward and reverse reactions involve proton transfer. Let us consider the reaction of ammonia with water. Already നമ്മൾ പറഞ്ഞു അമോണിയയും വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ H2O plus NH3. ഓക്കെ, H2O plus NH3 ആണ്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ H2O എന്ത് ചെയ്യുന്നു? NH3ക്ക് ഒരു H+നെ പ്രോട്ടോണിനെ കൊടുക്കുന്നു. സോ ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ആസിഡ്. ആൻഡ് ഇവിടെ NH3 ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, H+നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് ഈ സൈഡില്. ഇനി തിരിച്ചിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ NH4+ന് വേണമെങ്കിൽ ഈ എക്സ്ട്രാ കിട്ടിയ H+ന് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ H+ എന്തായിട്ട് ആക്ട് ചെയ്യാണ്? ഒരു ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇവിടെ NH4+ ഒരു ആസിഡ് ആണ്. അതാണ് ഇവിടെ ആസിഡ് 1, 2 എന്നൊക്കെ ഇട്ടിരിക്കുന്നതിന്റെ കാര്യം. ഇപ്പൊ ക്ലിയർ ആയല്ലോ? എല്ലാം കൂടെ ഒരുമിച്ച് നോക്കരുത്, കൺഫ്യൂഷൻ ആവും. ഒന്നായിട്ട് നോക്കുക. ഫസ്റ്റ് ഈ സൈഡ് മാത്രം നോക്കുക. ഇവിടെ H2O ഉണ്ടല്ലോ, ഇവിടെ NH3 ഉണ്ട്. അപ്പോൾ നമ്മൾ H2O ആണ് എടുക്കുന്നതെങ്കിൽ H2Oയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H++ OH- എന്നാവത്തില്ലേ? ആവും. അതിലൊരു H+ അയോൺ ഇല്ലേ? ഉണ്ട്. ആ H+ അയോണിനെ NH3ക്ക് കൊടുത്തൂടെ? കൊടുക്കാം. അപ്പോൾ H+ അയോണിനെ NH3ക്ക് കൊടുത്തത് കൊണ്ട് ഇവിടുത്തെ H2Oയെ നമ്മൾ ആദ്യത്തെ ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ആസിഡ് ആണ്. ഇനി NH3 ആ H+നെ വാങ്ങിയത് കൊണ്ട് അതൊരു ബേസ് ആയിട്ട് മാറുന്നു. അപ്പൊ ആ സൈഡിലെ പരിപാടി കഴിഞ്ഞു. ഇനി ഇപ്പുറത്തോട്ട് വന്നേ. ഇവിടെ NH4+ ഉണ്ട്. അപ്പൊ ആ NH4+ൽ ഒരു H+ ഉണ്ടല്ലോ. ആ H+നെ ഈ OH- കൊടുത്തു കഴിഞ്ഞാൽ ഈ NH4+ ഇവിടെ കൊടുക്കുമ്പോൾ ഇതൊരു ആസിഡ് ആയില്ലേ? ആയി. അപ്പോൾ ഇതിനെ നമുക്ക് ആസിഡ് 2 എന്ന് എഴുതാം. ഇനി ഈ H+നെ ഇത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേസ് ആയില്ലേ? ആയി. അപ്പൊ ഇതാണ് ഈ ബേസ് 1 എന്നും ബേസ് 2 എന്നൊക്കെ എഴുതിയിരിക്കുന്നതിന്റെ കഥ. സോ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ NH3 accept a proton from H2O. ക്ലിയർ? ആ സൈഡിലെ കാര്യമാണ് പറയുന്നത്. NH3 H2Oയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു H+നെ വാങ്ങുന്നു. Thus NH3 is a base and H2O is an acid. ക്ലിയർ ആണല്ലോ? ആ സൈഡില് NH3യും H2Oയും ഉണ്ട്. അവിടത്തെ H2O ഒരു H+നെ NH3ക്ക് കൊടുക്കും. അപ്പോ H2O എന്ന് പറയുന്നത് ഒരു ആസിഡും NH3 ഒരു ബേസുമാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇനി റിവേഴ്സ് റിയാക്ഷൻ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ NH4+ donate protons to OH-. NH4+ന് OH- ഒരു H+നെ കൊടുക്കാൻ പറ്റുമല്ലോ? പറ്റും.
Thus, NH4 plus ion act as an acid and OH minus act as a base. Clear? Here, you find that NH3 and NH4 are differ by a proton. ആണല്ലോ NH3 ഉണ്ടായിരുന്നു NH4 പ്ലസ് ഇവർ രണ്ടുപേരും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കിട്ടുന്നത് എന്താണ് ഒരു H പ്ലസ് ആണ്. അതായത് NH3യും NH4 പ്ലസും തമ്മിൽ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു H പ്ലസിന്റെ ഡിഫറൻസ് ആണ്. ആൻഡ് thus NH3 becomes thus NH3 becomes NH4 plus ion by gaining a proton. Clear? അമോണിയ NH4 പ്ലസ് ആവുന്നത് ഒരു H പ്ലസിനെ വാങ്ങുമ്പോഴാണ്. Whereas NH4 ion becomes NH3 molecule by losing a proton. ഇനി ഈ സൈഡില് NH4 പ്ലസ് H പ്ലസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? NH3 ആയിട്ട് മാറും. The species NH4 plus and NH3 are called conjugate acid base pair. ഇത്രയും പറയാനാണ് ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്. ഓക്കെ, അപ്പോൾ NH3യും NH4 പ്ലസ്, ഇവിടെ ഒരു ബേസ്, ഇവിടെ ഒരു ആസിഡ്. അതായത് അത് രണ്ടും ഒരേ സബ്സ്റ്റൻസ് ആണെങ്കിലും ഡിഫറൻസ് ഒരു H പ്ലസിൻ്റെ ഉള്ളൂ. പക്ഷെ ഒരിടത്ത് അത് ആസിഡ് ആയിട്ടും ഒരിടത്ത് ബേസ് ആയിട്ടും റിയാക്ട് ചെയ്യുന്നു. സോ ടുഗദർ ദിസ് NH3 ആൻഡ് NH4 പ്ലസ് ആർ കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. A conjugate acid-base pair consists of two species in an acid-base reaction, one acid and one base. The differ by the gain or loss of a proton. Conjugate acid-base pair ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു H പ്ലസിന്റെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ദി ആസിഡ് ഇൻ സച്ച് ആസ് എ പെയർ ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ്. ആൻഡ് അതായത് നമ്മളിപ്പോൾ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് NH4 പ്ലസ് ബാർ NH3. ഇതിൽ ദ ആസിഡ് ഈസ് സച്ച് എ പെയർ ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി ബേസ്, whereas the base is the conjugate base of the acid. ഓക്കെ, ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി ബേസും ബേസ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദി ആസിഡുമായിരിക്കും. ദസ് NH4 പ്ലസ് എന്താണ്? NH4 പ്ലസ് എന്ന് പറയുന്ന ആസിഡാണ്, കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH3, ആൻഡ് NH3 is the conjugate base of NH4 plus. The members of each conjugate pair are designated by the same numerical subscript. Example, NH4 plus bar NH3 pair marked as 2, while H2 and OH minus pairs are marked as 1. ഒരേ നമ്പർ വെച്ച് മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഉണ്ടോ NH3യും NH4 പ്ലസും രണ്ടും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് 2 എന്നും ആസിഡ് 2 എന്നും ഇട്ടിരിക്കുന്നത്. അപ്പോൾ H2യും OH മൈനസും അതും എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ തന്നെയാണ്. ഈ H2O എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് OH മൈനസും OH മൈനസ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബേസ് ഓഫ് H2O ആയിരിക്കും. ഓക്കെ, ലെറ്റ് us take another example, say of ionization of hydrogen fluoride with the water. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഇവിടെ HF. ഓക്കെ, HF ആണ്. HFല് HFന് ഒരു H ഉണ്ട്, ആ H പ്ലസിനെ H2Oക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ HF എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്, ആ H പ്ലസിനെ വാങ്ങിയ H2O ഒരു ബേസ് ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ ആ HFല് H കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ H വാങ്ങി കഴിയുമ്പോൾ H2O എന്തായിട്ട് മാറും? H3O പ്ലസ് ആയിട്ട് മാറും. ആൻഡ് ഹിയർ F മൈനസ്. അപ്പോൾ അതായത് ഇത് നമ്മൾ എങ്ങനെ പറയാം? രണ്ട് നമ്പർ, അതായത് HF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് F മൈനസും F മൈനസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് HF. ക്ലിയർ? ആൻഡ് H2O is the conjugate base of H3O plusum. H3O plus is the conjugate acid of H2Oയുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. The equilibrium sign indicates that the reaction does not go to completion. The H plus ions obtained from the ionization of HF molecule can be accepted by either of the two bases F minus and H2O. The fact that equilibrium is only slightly towards right tells that this F minus that accepts a proton and make the reaction go to the left. F minus is a stronger base than H2O.
ഓക്കെ, അപ്പോൾ എഫ് മൈനസ് ആണ് ഇവിടുത്തെ സ്ട്രോങ്ങർ H2 ബേസ് എന്ന് പറയുന്നത്. സിമിലർലി when HCl is dissolved in water, the HCl molecules give up H plus ions. നേരത്തെ ചെയ്ത അതേ സാധനം തന്നെ HCl H2 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒരു H പ്ലസിനെ വിട്ടുകൊടുക്കുന്നു, ഇവിടെ എത്തുന്നു, അത് H3O പ്ലസ് ആവുന്നു, Cl മൈനസ് ആവുന്നു. The fact that HCl is completely ionized in dilute aqueous solution. Okay, and ഇവിടെ കംപ്ലീറ്റ് അയണൈസേഷൻ ആണ്. ബിക്കോസ് HCl എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് Cl മൈനസ് ഇസ് എ വീക്കർ ബേസ് ദാൻ H2O. H2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അതായത് ഈ H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ H2 എന്തായിട്ട് മാറും, H3O പ്ലസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതൊരു ബേസ് ആണ്. ഇവിടെ Cl മൈനസിനും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, H3O പ്ലസ് ഒരു അതിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ HCl ആവാം. അപ്പം Cl മൈനസും ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ H2Oയും Cl മൈനസുമാണ് ഇവിടുത്തെ ബേസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വെൻ വി കമ്പയർ ദ സ്ട്രെങ്ത് ഓഫ് ബേസിക് നേച്ചർ ഓഫ് ദീസ് ടു സബ്സ്റ്റൻസസ്, HCl എന്താണ്, ഏതിനാണ്, Cl മൈനസ് ആണ് വീക്ക്. ടെൽ us that Cl minus is a weaker base than H2O. We can conclude from these two examples that stronger acid has a weaker conjugate base. Okay, HCl strong ആണ്, അതുകൊണ്ട് തന്നെ FCl minus ഒരു weak base ആണ്. Stronger acid has a weaker conjugate base and weaker acid has a stronger conjugate base F minus. We can generalize that in a conjugate acid base pair, the weaker an acid is, stronger is its conjugate base. So നമ്മൾ acid base concept ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു when we discuss about the acid base concept we have mainly discussed three concepts. Okay, first one Arrhenius concept, second one Bronsted-Lowry concept and third one Lewis concept. അതിൽ നമ്മൾ Arrhenius concept പറഞ്ഞു, second one Bronsted-Lowry concept പറഞ്ഞു, and now we are moving to the third concept, that is Lewis concept. Okay, as discussed above, the Bronsted-Lowry concept does not depend on the nature of the solvents. However, like Arrhenius concept does not explain the acidity of the substances which do not have hydrogen atom and the basicity of the substances divided of a OH group. Okay, Lewis group അതായത് നമ്മൾ ജനറലി അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് അക്വസ് സൊല്യൂഷൻ H പ്ലസ് അയോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആസിഡും, അക്വസ് സൊല്യൂഷൻസിൽ OH മൈനസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ ബേസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ H പ്ലസ് ഉള്ളവരുടെ ആസിഡിക് നേച്ചറും OH മൈനസ് ഉള്ളവരുടെ ഡിസിക് നേച്ചറും മാത്രമേ ബേസിക് നേച്ചറും മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഓൾസോ വാട്ടറിൽ സോല്യൂബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആസിഡിക് നേച്ചറും ബേസിക് നേച്ചറും പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതായിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻ. സോ ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റ് അനുസരിച്ച് H പ്ലസ് അയോൺസ് ഇല്ലാത്ത സബ്സ്റ്റൻസിന്റെ അസിഡിക് നേച്ചറിനെയും OH മൈനസ് ഇല്ലാത്ത സബ്സ്റ്റൻസിന്റെ ബേസിക് നേച്ചറും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ആൻഡ് ഓൾസോ എന്താണ്, പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ ആസിഡ് എന്നും പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുന്നവരെ ബേസ് എന്നുമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ കോൺജുഗേറ്റ് ആസിഡും ബേസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് അറീനിയസ് കോൺസെപ്റ്റ്, അറീനിയസ് അല്ല, ലൂയിസ് കോൺസെപ്റ്റ്. Lewis proposed yet another concept of acids and bases that includes such as substances also. According to him, an acid may be defined as any atom, molecule or ion that can accept an electron pair from any other atom, molecule or ion. Okay, ഇനി ലൂയിസ് കോൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് എന്ന് പറയുന്നത് എന്താവാം, ഏതൊരു ആറ്റം ആവാം, അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾ ആവാം. അവരെന്ത് ചെയ്തിരിക്കണം, they should accept an electron pair from any other atom, ions or molecule. വേറെ ഏതെങ്കിലും ആറ്റത്തിൽ നിന്നോ മോളിക്യൂൾസിൽ നിന്നോ അയോൺസിൽ നിന്നോ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആസിഡ്സ്. However, a Lewis base on the other hand can be defined as any atom, molecule or ion that can donate a pair of electron. Let us take an example. Okay, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആസ് പെർ ലൂയിസ് കോൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആറ്റംസോ അയോൺസോ മോളിക്യൂൾസോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ആസിഡ്. ആൻഡ്
ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ പെയർ ഫ്രം എനി അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആവാം, അവർക്കൊരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി നോൺ ആസ് ആൻ ലൂയിസ് ബേസ്. ഓക്കെ, ഇത് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ്. AlCl3 പ്ലസ് NH3. ഓൾറെഡി നമുക്കറിയാം NH3യിൽ എന്തുണ്ട്? ഇൻ ദ എബോവ് എക്സാമ്പിൾ AlCl3 is an ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. AlCl3ക്ക് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. NH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ സഫിഷ്യന്റ് ആണ്. എന്നിന്റെ നമുക്കറിയാം എന്നിന്റെ എപ്പോഴും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ കാണും. അപ്പോൾ ഇവിടെ അമോണിയക്ക് NH3ക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, NH3ക്ക് ഇലക്ട്രോൺ എക്സസ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ NH3ക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. AlCl3ക്ക് ഇലക്ട്രോൺ കുറവായതുകൊണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. സോ ഈ റിയാക്ഷൻ നോക്കിയേ, ഇവിടെ NH3ന്ന് AlCl3ലോട്ട് ഒരു ആരോ പോയിട്ടുണ്ട്. അത് എന്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ദിസ് അമോണിയ ഈസ് ഡൊണേറ്റിംഗ് ആൻ ഇലക്ട്രോൺ പെയർ. ഓക്കെ, AlCl3 is an electron deficient species. It accepts an electron pair from molecule of NH3. NH3യിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് AlCl3. വിച്ച് ഹാസോ NH3 ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ NH3 എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് NH3 is a ലൂയിസ് ബേസ്. ഇവിടെ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നത് കൊണ്ട് NH3യെ നമുക്ക് ലൂയിസ് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഈ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അലുമിനിയം ക്ലോറൈഡ് ആയതുകൊണ്ട് തന്നെ അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ലൂയിസ് ബേസും ആസിഡുമാണ്. ക്ലിയർ ആണല്ലോ? സോ AlCl3യും NH3യും എടുക്കുന്നു. NH3ക്ക് ഇലക്ട്രോൺ കൂടുതലാണ്, അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ അത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ NH3യെ നമ്മൾ ലൂയിസ് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. AlCl3ക്ക് ഇലക്ട്രോൺ കുറവാണ്, അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ പെയറിനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്നും പറയുന്നു. ക്ലിയർ? ഓക്കെ, ഇനി അതിലെ ഫസ്റ്റ് സെഷനിൽ വരുന്ന ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഡിഫൈൻ അറീനിയസ് ആസിഡ് ആൻഡ് ഗീവ് 2 എക്സാമ്പിൾസ്. അറീനിയസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? H+നെ ഡൊണേറ്റ് ചെയ്യുന്ന അക്വസ് സൊല്യൂഷനിൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന അറീനിയസ് ആസിഡ്. എക്സാമ്പിൾ HCl, H2SO4. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അറീനിയസ് ഡെഫിനിഷൻ? ഞാൻ ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ. H+ ഉള്ളതിന്റെ അസിഡിക് നേച്ചറും OH- ഉള്ളതിന്റെ ബേസിക് നേച്ചറും മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറീനിയസ് കോൺസെപ്റ്റിന് പറ്റുന്നുള്ളൂ. ആൻഡ് ഓൾസോ അക്വസ് സൊല്യൂഷൻസിന്റെ കേസസ് മാത്രമേ ഇവർക്ക് പറയാൻ പറ്റുന്നുള്ളൂ. How does a Bronsted-Lowry base differ from an Arrhenius base? എങ്ങനെയാണ്? അറീനിയസ് ബേസ് എന്ന് പറയുന്നത് വാട്ടറിൽ OH- ഡൊണേറ്റ് ലിബറേറ്റ് ചെയ്യാൻ കഴിയണം. ആൻഡ് അറീനിയസ് Bronsted-Lowry കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ബേസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ പ്രോട്ടോൺ ഡോണർ. Then classify the following into Bronsted-Lowry acids and Bronsted-Lowry bases. Okay, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. Now next one, റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇനി നമ്മൾ ആസിഡ് എന്നും കുറെ നേരമായിട്ട് ആസിഡ് ബേസ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് മനസ്സിലാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഡിഫറെന്റ് ആസിഡ്സ് ആൻഡ് ബേസസ് ഹാവ് ഡിഫറെന്റ് സ്ട്രെങ്ത് ഡിപ്പെൻഡിങ് ഓൺ ദെയർ നേച്ചർ. ഓക്കെ, ആസിഡിന്റെയും ബേസിന്റെയും നേച്ചറിനനുസരിച്ച് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സിൻസ് ദേ ഹാവ് ഡിഫറെന്റ് വേസ് ഓഫ് ഡിഫൈനിങ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡിനെയും ബേസിനെയും ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. There are different ways of comparing their relative strength also. അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്തിനെ കമ്പയർ ചെയ്യാനും നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് സ്ട്രെങ്ത് അക്കോർഡിംഗ് ടു അറീനിയസ് കോൺസെപ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആസിഡിനെയും ബേസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ് അറീനിയസും ബ്രോൺസ്റ്റഡ്-ലോറിയും ലൂയിസും ഒക്കെ. അതുപോലെ തന്നെ ഈ ആസിഡിന്റെയും ബേസിനെയും സ്ട്രെങ്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറീനിയസ് കോൺസെപ്റ്റ്. According to Arrhenius concept, strong electrolytes like HCl which dissociate completely in aqueous solution and produce H+ ions. H+ ions എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് തൊട്ട് മുന്നേ. H+ ions എന്ന് പറയുന്നത് എന്താണ്? Unstable ആണ്. So it will rapidly combine with water to form H3O+, hydronium or oxonium or hydroxonium ion ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആസ് പെർ Arrhenius concept, strong acids are
which dissociate completely in aqueous solution and produce H plus ions. Okay, complete ആയിട്ടും വാട്ടറിൽ soluble ആവുന്നതും maximum number of H plus ions നെ produce ചെയ്യുന്നതുമായ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് strong acids. Okay, HCl ഇത് ഓൾറെഡി നമ്മൾ പല തവണ കണ്ട ഇക്വേഷൻസ് ആണ്. HCl plus H2O gives H3O plus plus Cl minus. Other examples of strong acids are H2SO4, sulfuric acid, hydrogen bromide, hydrogen iodide, HNO3, nitric acid, then HClO4. Okay. On the other hand, weak electrolyte acidic acid, which ionization is not complete because the process is reversible. Okay, ആ വാട്ടർ അസറ്റിക് ആസിഡിനെ വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് അസറ്റിക് ആസിഡിൽ നിന്ന് എച്ച് പ്ലസും അസറ്റേറ്റ് അയോൺസും ലിബറേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർ കമ്പൈൻ ചെയ്ത് തിരിച്ച് ആസിഡ് ആയിട്ട് മാറുകയും ചെയ്യും. അതായത് ഡിസോസിയേറ്റും ചെയ്യും, അതേസമയം അവർ തിരിച്ച് ആസിഡുമായിട്ട് മാറി. ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസ് നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ല. ലെസ് നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് CH3COOH അസറ്റിക് ആസിഡിന് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് അയോണൈസേഷൻ അല്ല പറയുന്നത്, നോട്ട് കംപ്ലീറ്റ്. ഓക്കെ, ആൻഡ് പ്രൊഡ്യൂസ് എച്ച് പ്ലസ് അയോൺസ് ആർ കോൾഡ് വീക്ക് ആസിഡ്സ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ലെസ് നമ്പർ ഓഫ് എച്ച് പ്ലസ് അയോൺസെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് വീക്ക് ആസിഡ്സ്. ഓക്കെ, വീക്ക് ആസിഡിന് എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്. Now, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നോക്കിയേ. Similarly, strong bases may be defined as electrolytes with complete ionization and weak bases as the electrolytes with incomplete ionization. Okay, NaOH and NH3 are typical examples of strong and weak bases respectively. Their ionization can be represented as, okay, NaOH ne നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get Na plus and OH minus. OH minus അയോൺസ് വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസ് ആണ്. ഇനി അമോണിയയെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ NH4 പ്ലസും OH മൈനസുമായിട്ട് കിട്ടും. വളരെ കുറച്ച് OH മൈനസേ കിട്ടൂ, ബിക്കോസ് ദിയർ ഓൾസോ the reaction is reverse. Okay, reverse ആണ്. അതുകൊണ്ട് തന്നെ ലെസ് നമ്പർ ഓഫ് OH മൈനസ് അയോൺസ് ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ്. The principal strong base are hydrolysis of group 1 and group 2 element. അത് നിങ്ങൾ ജസ്റ്റ് നോക്കണ്ട, ഇത്രയും മാത്രം നോക്കിയാൽ മതി. Next one, relative strength according to Bronsted-Lowry concept. Okay, you have learned that according to Bronsted-Lowry concept, an acid is a species that donates a proton, while a base is a species that accepts a proton. Bronsted concept അനുസരിച്ച് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ആസിഡ് എന്നും അക്സെപ്റ്റ് ചെയ്യുന്നതിനെ ബേസ് എന്നും പറയുന്നു. The tendency of a substance to donate a proton also depends on the species accepting the proton. A given acid may be different strength in different solvents and അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആസിഡിന് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ, സബ്സ്റ്റൻസിന് കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ് ആസിഡ്, അതിന്റെ ടെൻഡൻസി കുറവാണെങ്കിൽ അത് വീക്ക് ആസിഡ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഗിവൺ ആസിഡ് മേ ബി ഡിഫറെന്റ് സ്ട്രെങ്ത് ഇൻ ഡിഫറെന്റ് സോൾവെന്റ്. ഡിഫറെന്റ് സോൾവെന്റ്സിൽ അതിന്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ അസറ്റിക് ആസിഡ് പ്ലസ് അനിലീൻ ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ അസറ്റേറ്റും അനിലിനിയം അയോണും C6H5NH3 പ്ലസ് അനിലിനിയം അയോണും കിട്ടുന്നു. ആൻഡ് നെക്സ്റ്റ് റിയാക്ഷൻ അസറ്റിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എഥനോയിക് ആസിഡ് ആണ്. CH3COOHഉം HSO4ഉം ഹൈഡ്രജൻ സൾഫേറ്റ് അയോണും ആണ് കിട്ടുന്നത്. അസറ്റിക് ആസിഡ് ലോസസ് എ പ്രോട്ടോൺ ടു എ ബേസിക് സോൾവെന്റ് അനിലീൻ, ബട്ട് ഇൻ സൾഫ്യൂരിക് ആസിഡ് ഇറ്റ് ഇൻ ഫാക്ട് അക്സെപ്റ്റ് എ പ്രോട്ടോൺ. വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ അനിലീൻ ആയിരുന്ന സമയത്ത് ഈ ഇവിടെ അസറ്റിക് ആസിഡിൽ ഉണ്ടായിരുന്ന H പ്ലസിനെ ഇത് നഷ്ടപ്പെടുത്തി നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി. പക്ഷേ ആ സെയിം അസറ്റിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജനെയും കൂടെ വാങ്ങിക്കൊണ്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്തത്? ഒരു ഓയും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്തത്. ഓക്കെ, ആൻഡ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അസറ്റിക് ആസിഡ് ലോസസ് എ പ്രോട്ടോൺ ടു എ ബേസിക് സോൾവെന്റ് അനിലീൻ. അനിലിന്റെ നേച്ചർ എന്ന് പറയുന്നത് ബേസിക് ആണ്. അപ്പൊ ബേസിക് സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്തപ്പോ അസറ്റിക് ആസിഡ് എന്ത് ചെയ്തു? H പ്ലസിനെ റിലീസ് ചെയ്തു. ആൻഡ് ബട്ട് ഇൻ സൾഫ്യൂരിക് ആസിഡ് ഇറ്റ് അക്സെപ്റ്റ് എ പ്രോട്ടോൺ. H പ്ലസിനെ
accept ചെയ്തു and act as a base. Therefore, the relative strengths of the acids, different acids and bases are compared in the same solvent which normally is water.